എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരു പോഷക സമൃദ്ധമായ ഒരു പഴച്ചെടീനെ കുറിച്ചിട്ടാണ്. നോക്കിക്കേ, ഇതേതാണ് ഈ പഴച്ചെടി? കൂട്ടുകാർക്ക് അറിയാവുന്നതായിരിക്കാം. ഇത് പീനട്ട് ബട്ടർ ചെടിയാണ്. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചെടി വീട്ടിലെല്ലായിടത്തും മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പഴച്ചെടിയാണ് നമ്മുടെ പീനട്ട് ബട്ടർ ചെടി. അതുപോലെ തന്നെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പഴച്ചെടിയാണ് നമ്മുടെ ഈ പീനട്ട് ബട്ടർ. കണ്ടോ, ഇവിടെ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. നമ്മളിത് നഴ്സറിയിൽ നിന്ന് വാങ്ങുമൊന്നും വേണ്ട കേട്ടോ. ഇവിടെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതല്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മദർ പ്ലാന്റിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൽ നിന്ന് നിറയെ കായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ട് വെറുതെ കുരുവിട്ട് മുളപ്പിച്ചേക്കുന്നതാണ്. 3 വർഷം ആകുമ്പോഴേക്കും ഇതെല്ലാം തന്നെ കാക്കി കിട്ടും. അപ്പം ഇത് ഒരു പീനട്ട് ബട്ടറിൻ്റെ ചെടിയാണ്. ഇനി വേറെ സ്ഥലത്തും കൊണ്ടുപോട്ടെ. ഇത് അടുത്ത പീനട്ട് ബട്ടറിൻ്റെ ചെടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, തറവാട്ടിലും പീനട്ട് ബട്ടർ ഉണ്ട്. പെരയ്ക്ക് ചുറ്റും, അതായത് ഈ ചെടി നിൽക്കുന്നതിൻ്റെ എല്ലാ അയൽവക്കങ്ങളിലും ഈ ഒരു ചെടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ കായ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നിറയെ പൂത്തിട്ടും ഉണ്ട്. കണ്ടോ, കായ നോക്കിക്കേ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. കണ്ടോ, പച്ച കളറിലാണ് ആദ്യം ഇരിക്കുന്നത്. തൊട്ടടുത്ത് ഒരുപാട് പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് വിരിയാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ കായ ആയിട്ട് നിൽക്കുന്നുണ്ട്. പഴുത്ത കായ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതാണ് അതിൻ്റെ പൂവ്. മഞ്ഞ നിറത്തിലുള്ളതാണ് പൂവ്. കണ്ടോ, ഈ കാണുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ പൂ കാണാൻ തന്നെ. ഇതുമ്പോൾ നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിനേക്കാളും ഇളയ ചെടിയാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. ഇത് കുറച്ചുകൂടി പ്രായമുള്ള ചെടിയാണ്. എന്ന് വെച്ചിട്ട് ഒരുപാട് പ്രായമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഭയങ്കര വലിയ മരമായിട്ടൊന്നും പോകത്തില്ല. കണ്ടോ, ചെറിയൊരു മഞ്ഞ കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ആട്ടോ. ഇത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുമന്ന കളറിലാണ് വരിക. ഇനി നമുക്ക് ഇതിൻ്റെ മദർ പ്ലാന്റിനൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പീനട്ട് ബട്ടർ ഹൃദ്രോഗത്തിന് നല്ലതാണ് കേട്ടോ. ഡെയിലി ഒരു 2 എണ്ണം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മദർ പ്ലാന്റ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർ കൂട്ടത്തിൽ ഈ ഒരു 2 ഫ്രൂട്ടും കൂടി കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. വണ്ണമൊക്കെ കുറയാൻ നല്ലതാണ്. അതുപോലെ തന്നെ ദഹനത്തിന് വളരെ ഉത്തമമാണ് കേട്ടോ ഈ പീനട്ട് ബട്ടർ. ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് ദഹനത്തിന് നല്ലതാണെന്ന് പറഞ്ഞത്. നോക്കിക്കേ, ഇതിനകത്ത് ധാരാളം പഴുത്ത് കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് നട്ടതാണ് കേട്ടോ. ഇത് തൊട്ടപ്പുറത്തെ ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ ഒരു മതിലിന് അപ്പുറമാണ് ഈ ഒരു ചെടി നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ നോക്കിയൊക്കെ താഴെ എല്ലാം ഇതിൻ്റെ കുരു വീണ് മുളച്ചേക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് നഴ്സറിയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിപ്പോൾ പീനട്ട് ബട്ടർ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ കുരു നട്ടാൽ മതി. 3 വർഷം ആകുമ്പോഴേക്കും ഇത് നിറയെ കായ്ക്കും. പിന്നെ ഇതെല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുകയൊന്നുമില്ല കേട്ടോ ഈ ഫ്രൂട്ട്. കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. സത്യം പറയാലോ, എനിക്ക് ഈ പഴം ഇഷ്ടമല്ല കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വീട്ടിൽ അമ്മയും ചെറിയ ചേട്ടൻ്റെ ചെറിയ കുഞ്ഞും കഴിക്കും കേട്ടോ. 4 വയസ്സായ അവനാണ്. അവനിത് ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെയാണോ ഇത് കഴിക്കുന്നത്? കണ്ടോ, ഇത് റെഡ് കളർ കണ്ടോ, ഞാൻ പറഞ്ഞില്ല, നല്ല പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റെഡ് കളറിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മധുരവും ഇല്ല, പുളിയില്ല, എന്താ പറയുക, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കടലയില്ലേ, കടല പച്ചയ്ക്ക് പറഞ്ഞ് വായിലിട്ട് നോക്കി ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ടിന് കേട്ടോ. അത് ഞാൻ അമ്മോട് ചോദിക്കും, ഇത് എന്തിനാ അമ്മ ഇങ്ങനെ കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും ഇത് നമ്മുടെ ഹൃദ്രോഗത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടല്ല കഴിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് കഴിക്കേണ്ടതെന്നാണ് പറയണത്. അങ്ങനെ അവർ 2 പേരും വീട്ടിൽ കഴിക്കും. പിന്നെ വല്ലപ്പോഴും ബാക്കിയുള്ളവരും കഴിക്കും കേട്ടോ. ഇവിടെ തറവാട്ടിൽ ഇപ്പോൾ മേമയുടെ കൈയാണ്. മേമയൊക്കെ കഴിക്കാറുണ്ട് ഈ ഫ്രൂട്ട്. അത്രയ്ക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കണ്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഈ പീനട്ട് ബട്ടറിൻ്റെ ചെടി പിടിപ്പിക്കണമെങ്കിൽ വെറുതെ കായിട്ട് കൊടുത്താൽ മതി കേട്ടോ. നഴ്സറിയിൽ നിന്ന് വെറുതെ വാങ്ങിച്ച് പൈസ കളയണ്ട കേട്ടോ. അതാണ് അതിൻ്റെ കായ കണ്ടോ. ഇത് വെറുതെ നട്ടു കൊടുത്താൽ മതി, ഏത് ഇതിലും ഉണ്ടായിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ 3 വർഷമാകുമ്പോഴേക്കും തന്നെ കാച്ചോളും, നിറയെ ഉണ്ടായിക്കോളും കേട്ടോ. കണ്ടോ, നല്ല കൈ തന്നെ നല്ല റെഡ് കളറിലേക്ക് ആയി. പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് പല ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും, പിന്നെ ഇതിൻ്റെ ജാം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്